പുതിയ വീട്ടിൽ നിന്ന് രേണുസുധിയുടെ മകൻ കിച്ചുവിനെ ഇറക്കി വിട്ടെന്നും സ്റ്റാർ മാജിക് ഡയറക്ടർ അനൂപ് ഓഫർ ചെയ്ത ജോലി വേണ്ടെന്ന് വെച്ചുവെന്നുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളാണ് രേണുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമൻറ്റുകൾ വന്നത്. എന്നാൽ ഇപ്പോൾ കിച്ചുവിനൊപ്പം തന്നെ അഭിമുഖത്തിൽ എത്തിയിരിക്കുകയാണ് രേണു. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് രേണുവും കിച്ചും ഒന്നിച്ചെത്തുന്നത്. സ്റ്റാർ മാജിക്കിൻ്റെ ഡയറക്ടർ അനൂപ് പറഞ്ഞ ജോലി എന്തുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് രേണു. രേണുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ: അക്കൗണ്ടൻ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഞാൻ +2 ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഹരിക്കാൻ പോലും അറിയില്ല. എനിക്ക് കണക്കിൻ്റെ ABCD അറിയില്ല. കണക്ക് പേടിച്ചിട്ടാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തത്. കണക്കൊന്നും അറിയാതെ എങ്ങനെയാണ് ഞാൻ ജോലി ചെയ്യുക? എനിക്ക് പേടി, അത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. സുധിച്ചേട്ടൻ മരിച്ച സമയമാണ് ഒന്നാമത്തെ ടെൻഷൻ. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ചെന്ന് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു പോകും. ആ കമ്പനി കൂടി പൂട്ടിപ്പോകും. എന്തിനാ വെറുതെ? ഇതാണ് സംഭവിച്ചത്. നാട്ടുകാർ പറയുന്നതിന് ഞാൻ എന്ത് പറയാനാണ്? ജോലി ഓഫർ ചെയ്ത കാര്യം താൻ കിച്ചുവിനോട് പറഞ്ഞിട്ടില്ലെന്നും രേണു പറഞ്ഞു. അമ്മയെ അടുത്തറിഞ്ഞ മകനാണ് കിച്ചുവെന്നും തങ്ങൾ സോഷ്യൽ മീഡിയയിൽ അത് കാണിക്കുന്നില്ല എന്നേയുള്ളൂ എന്നും കിച്ചുവിനും റീതുവിനും പരസ്പരം ഭയങ്കര ഇഷ്ടമാണെന്നും രേണു പറയുന്നുണ്ട്. സുധിയുടെ കുടുംബമായി നല്ല ബന്ധമാണെന്നും എല്ലാവരുടെയും പിന്തുണ ഉണ്ടെന്നും ഈ പറയുന്ന പോലെയല്ല കാര്യങ്ങളൊന്നും രേണു പറയുന്നുണ്ട്. കിച്ചുവിൻ്റെ പഠനം ഫ്ലവേഴ്സാണ് നോക്കുന്നതെന്നും രേണു കൂട്ടിച്ചേർത്തു. സുധിച്ചേട്ടൻ മരിച്ചതിൽ പിന്നെ സ്റ്റാർ മാജിക് കണ്ടിട്ടില്ലെന്നും രേണു പറയുന്നുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ സഹകരിച്ച സുഹൃത്തുക്കൾ സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം നമ്മളോട് സഹകരിക്കണമെന്നില്ലല്ലോ എന്നാണ് രേണു പറഞ്ഞത്. ഇതേപോലെ സിനിമാ സീരിയൽ രംഗത്തുള്ള സെലിബ്രിറ്റികളുടെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.